കേരളം കാത്തിരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം അറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രം. ഏതാണ്ട് 10 മണിക്ക് ശേഷം തന്നെ ആദ്യത്തെ വലിയ ഒരു ട്രെൻഡ് നമുക്ക് ദൃശ്യമാകും. ഉച്ചയോടുകൂടി, അതായത് ഏകദേശം 12 മണി 1 മണിയോടുകൂടി തന്നെ ഏതാണ്ട് പൂർണ്ണരൂപം നമുക്കറിയാൻ സാധിക്കും. 2 മണി 3 മണിക്ക് കേരളം ആര് ഭരിക്കും എന്ന് നമുക്ക് കേരളത്തിലെ ജനങ്ങൾക്ക്, വോട്ട് ചെയ്ത ജനതയ്ക്ക് അറിയാൻ സാധിക്കും. LDF UDF ഇക്കുറി ഒരു വാക്കുകൂടി പറഞ്ഞു കേൾക്കുന്നുണ്ട്, തൂക്കുസഭ എന്ന്. തൂക്കുസഭയ്ക്കുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല എന്നതിനെയാണ് തെരഞ്ഞെടുപ്പ് നിരീക്ഷകരും ഒക്കെ തന്നെ പറയുന്നത്. UDF അധികാരത്തിലെത്തും എന്ന് പറയുമ്പോൾ 7 ജില്ലകളിൽ വ്യക്തമായ ആധിപത്യത്തോടുകൂടി 75 മുതൽ 80 സീറ്റ് നേടി അധികാരത്തിലെത്തും എന്നാണ് CPM പറയുന്നത്. ഈ 7 ജില്ലകളിൽ വലിയ ശക്തി തെളിയിക്കാൻ CPMന് ഇടതുപക്ഷത്തിന് കഴിയും എന്ന് അവർ തന്നെ വിലയിരുത്തുന്നു. എന്താകും ഫലം എന്നത് തീർച്ചയായിട്ടും തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷമേ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ എന്നത് മറ്റൊരു കാര്യം. ഈ 7 ജില്ലകളിൽ, കണ്ണൂർ ഉൾപ്പെടെയുള്ള 7 ജില്ലകളിൽ വലിയ തോതിലുള്ള മുന്നേറ്റമുണ്ടാക്കാനും നല്ല പ്രകടനം കാഴ്ചവെച്ച് വിജയിക്കാനും സാധിക്കും എന്നാണ് CPM കഴിഞ്ഞ ദിവസം നടത്തിയ ഒരു അവസാനവട്ട വിലയിരുത്തൽ എന്ന നിലയ്ക്ക് കാര്യങ്ങൾ പറഞ്ഞത്. അതായത് കൊല്ലം ഉൾപ്പെടെ 7 ജില്ലകൾ, തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, തൃശ്ശൂർ, പാലക്കാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ 7 ജില്ലകളിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ലഭിക്കുന്ന സീറ്റുകൾ അത് കണക്കാക്കിക്കൊണ്ട് ഏതാണ്ട് 75 സീറ്റുകൾ വരെ നേടാം, 75-ന് മേൽ സീറ്റുകൾ നേടാം എന്നാണ് CPM വിലയിരുത്തുന്നത്. CPMന് ഇത്തരത്തിൽ ഒരു പ്രതീക്ഷ ഈ കഴിഞ്ഞ ഒരു 3-4 ദിവസങ്ങളിലൊന്നും തന്നെ ഇല്ലായിരുന്നു. ഇന്നലെ ഏതാണ്ട് രാത്രിയോടുകൂടി തന്നെയാണ് ഈ 7 ജില്ലകളെക്കുറിച്ചും അവിടെ ഉണ്ടാക്കാൻ പോകുന്ന മുന്നേറ്റത്തെക്കുറിച്ചും ഒക്കെ തന്നെ വളരെ ആത്മവിശ്വാസത്തോടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് ഈ ഒരു അഭിപ്രായ പ്രകടനം നടത്തിയത്. അപ്പോൾ എന്താകും ഫലം നമുക്ക് കാത്തിരിക്കാം. കൃത്യമായി തന്നെ അപ്ഡേറ്റുകൾ, വാർത്താ വിശകലനങ്ങൾ, നേതാക്കളുടേതടക്കമുള്ള പ്രതികരണങ്ങൾ, പ്രത്യേകമായ വാർത്താ ബുള്ളറ്റിനുകൾ, ബ്രേക്കിംഗ് ന്യൂസുകൾ ഒക്കെ തന്നെ കർമ്മ ന്യൂസിൻ്റെ പ്ലാറ്റ്ഫോമിലൂടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അതത് സമയങ്ങളിൽ അറിയാൻ സാധിക്കും. വോട്ടെണ്ണൽ ഏതാണ്ട് പൂർണ്ണമാകുന്നതുവരെയും അതിനുശേഷവും ഇന്നത്തെ ദിവസം പൂർത്തിയാകുന്നതുവരെ, ഈ ചർച്ചകളും മറ്റു കാര്യങ്ങളും ഒക്കെ തന്നെ പൂർത്തിയാകുന്നതുവരെയും ഇനി നാളെയുള്ള അടുത്ത ദിവസങ്ങളിലൊക്കെ തന്നെ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടും പുതിയ സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ടും ഒക്കെ തന്നെയുള്ള വാർത്താ വിശകലനങ്ങൾ, വിശദീകരണങ്ങൾ, ചർച്ചകൾ ഒക്കെ തന്നെ കർമ്മ ന്യൂസിൻ്റെ വിവിധ പ്ലാറ്റ്ഫോമുകളിലൂടെ പ്രേക്ഷകർക്ക് തീർച്ചയായിട്ടും കാണാൻ സാധിക്കും.